സെപ്റ്റംബർ 3 മഹാനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ സഭാപിതാവ്. 540 മുതൽ 604 വരെ കാലഘട്ടം. റോമ നഗരത്തിൽ ഏകാന്തമായ ഒരു മുറിയിൽ അജ്ഞാതനായ ഒരു മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിച്ചു. ഈ വാർത്ത മാർപ്പാപ്പ അറിഞ്ഞപ്പോൾ അത് തൻ്റെ കുറ്റമായി സ്വയം ഏറ്റെടുത്ത് ഏതാനും ദിവസം അതിന് ശിക്ഷയായി വിശുദ്ധ കുർബാന സമർപ്പിക്കുകയില്ലെന്ന് നിശ്ചയിച്ച ആളാണ് 590 മുതൽ 604 വരെ തിരുസഭയെ നയിച്ച 1-ാം ഗ്രിഗറി മാർപ്പാപ്പ. അയൽക്കാരൻ്റെ സംരക്ഷണവും കൂടി തൻ്റെ ചുമതലയായി കരുതിയ മാർപ്പാപ്പയുടെ ഹൃദയവിശാലതയെ ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഒരു സെനറ്റർ കുടുംബത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഗോർഡിയാനുസിൻ്റെ മകനായിട്ടാണ് 540-ാം വർഷം ഗ്രിഗറി ജനിച്ചത്. സിൽവിയ പുണ്യവതിയായിരുന്നു അമ്മ. 30-ാമത്തെ വയസ്സിൽ ഗ്രിഗറി തൻ്റെ വസ്തുവകകളെല്ലാം 7 ആശ്രമങ്ങൾ സ്ഥാപിക്കുവാനായി വിട്ടുകൊടുത്തു. സ്വഭവനം ഒരു ആശ്രമമാക്കി മാറ്റി. അതാണ് റോമായിലുള്ള വിശുദ്ധ ആൻഡ്രുവിൻ്റെ ഭവനം. അവിടുത്തെ 2-ാമത്തെ ആബട്ട് വാലൻ്റൈൻ്റെ കാലത്ത് 575-ാം വർഷം ഗ്രിഗറി സന്യാസവസ്ത്രം സ്വീകരിച്ചു. ആശ്രമത്തിലെ ഹ്രസ്വമായ ജീവിതമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ ദിനങ്ങളെന്ന് ഗ്രിഗറി പിൽക്കാലത്ത് പ്രസ്താവിച്ചു. ജസ്റ്റസ് എന്ന ഒരു സന്യാസി 3 സ്വർണ്ണക്കഷ്ണം സ്വന്തമായി സൂക്ഷിച്ചു വച്ചിരുന്നു. അത് പുറത്തു വന്നപ്പോൾ ആ സന്യാസിയോട് ആരും സംസാരിച്ചുകൂടെന്ന് ഗ്രിഗറി നിശ്ചയിച്ചു. സന്യാസികളെ സംസ്കരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ സംസ്കരിച്ചില്ല. എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ദിനംപ്രതി വിശുദ്ധ കുർബാന മുടക്കം കൂടാതെ സമർപ്പിക്കണമെന്ന് ഗ്രിഗറി ആജ്ഞാപിച്ചു. 30-ാം ദിവസം ജസ്റ്റസിൻ്റെ ആത്മാവ് ബ്രദർ കോപ്പിയോസൂസിന് പ്രത്യക്ഷപ്പെട്ട് താൻ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിതനായ വിവരം അറിയിച്ചു. ഈ സംഭവമാണ് ഗ്രിഗോറിയൻ കുർബാനയുടെ അടിസ്ഥാനം. ഒരു ദിവസം ഗ്രിഗറി ചന്തസ്ഥലത്തുകൂടി നടക്കുമ്പോൾ കുറേ ഇംഗ്ലീഷ് ബാലന്മാരെ വിൽപ്പനയ്ക്കായി നിർത്തിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു. അവർ ഏത് വർഗ്ഗക്കാരാണ്? അദ്ദേഹം ചോദിച്ചു. അങ്കിൾസ് എന്ന് മറുപടി കിട്ടി. ഏഞ്ചൽസ്, അതെ, മാലാഖമാരാകാൻ അവർ അർഹർ തന്നെ. അവരുടെ രാജാവ് ആരാണ്? എല്ലാ എന്ന് പ്രതിവചിച്ചു. കൊള്ളാം, എല്ലായുടെ രാജ്യത്ത് ഹല്ലേലൂയ പാടണം, ഗ്രിഗറി പറഞ്ഞു. അത് സാധിക്കാനായി ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ അനുവാദത്തോടുകൂടെ ഫാദർ ഗ്രിഗറി ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇദ്ദേഹത്തിൻ്റെ അഭാവം റോമിലെ സഭയ്ക്ക് നഷ്ടമാണെന്ന് പലരും പറയുകയാൽ ഗ്രിഗറിയെ മടക്കി വിളിച്ചു. പെലാജിയൂസ് ദ്വിതീയൻ പാപ്പായുടെ മരണാനന്തരം ഗ്രിഗറിയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. 14 കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ ഭരണം വലിയ വിജയമായിരുന്നു. ശീശ്മകൾ പരിഹരിച്ചു. ആര്യൻ പാഷണ്ഡികളെ മാനസാന്തരപ്പെടുത്തി. ജോബിൻ്റെ പുസ്തകത്തിലെ സന്മാർഗ തത്വങ്ങൾ, ആത്മപാലനം, ഡയലോഗ് മുതലായ പല ഗ്രന്ഥങ്ങളുടെയും കർത്താവാണ് മഹാനായ ഗ്രിഗറി. 800ഓളം എഴുത്തുകൾ 14 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം എഴുതുകയുണ്ടായി. ദൈവദാസന്മാരുടെ ദാസൻ എന്ന പ്രയോഗം ഗ്രിഗറി 1-ാമനാണ് ആദ്യം സ്വീകരിച്ചത്. ഗ്രിഗോറിയൻ ഗാനം എന്ന വാക്കും അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അധ്വാനവും തപസ്സും കൊണ്ട് ക്ഷീണിതനായി 64-ാമത്തെ വയസ്സിൽ 604 മാർച്ച് 12-ന് മഹാനായ ഗ്രിഗറി മാർപ്പാപ്പ നിര്യാതനായി. ഗായകരുടെയും പണ്ഡിതരുടെയും അധ്യാപകരുടെയും സ്വർഗീയ മധ്യസ്ഥനാണ്. വചനം കൊളോസോസ് 3-ാം അധ്യായം 23-ാം വാക്യം. നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. വിചിന്തനം. ദ കെയർ ഓഫ് ദ സോൾ ഈസ് ആർട്ട് ഓഫ് ആർട്സ്. വിശുദ്ധ ഗ്രിഗറി പറയുന്നു, ആത്മപരിപാലനം കലയിൽ വെച്ച് മഹാകലയാണ്. നമ്മുടെയും നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെയും ആത്മാക്കളെ നമുക്ക് ഏറ്റവും മനോഹരമായ വിധത്തിൽ പരിപാലിക്കാം.